ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് പാടും, എഴുതും, ഇഷ്ടമുള്ളതൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ ഛേദം? നിങ്ങളോട് ആരും പാടാൻ പറഞ്ഞില്ലല്ലോ. പേരോടിനെ നിങ്ങൾക്ക് മൗലാനയാക്കാമെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കാട്ടുകള്ളം കുരുവട്ടൂരിൻ്റെ വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മറവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. കാട്ടുകള്ളം കൊടുത്ത വെള്ളം ഏത് എന്നാണ് ഇനി പരിശോധിക്കേണ്ടതുള്ളൂ. കാരണം അജാതി പദപ്രയോഗങ്ങളാണ് നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ ഷെയ്ഖുന എന്നോ മൗലാന എന്ന് വിളിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇവർക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ യാതൊരു മടിയില്ല. മൗലാന പേരോട്, ഷെയ്ഖുന എ പി ഉസ്താദ്, ഷെയ്ഖുന പൊന്മള ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അതിൻ്റെ സ്ഥാനത്ത് പിന്നെ പടച്ചോനാണ് ഈ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി എന്ന് പറയുന്നു. അതിന് യാതൊരു മടിയില്ല. ഇവൻ എന്തിൻ്റെ മറവിലായി പറയുന്നത്? ഈ കുരുവട്ടൂർ KC അബ്ദുള്ള എന്ന് പറയുന്ന കാട്ടുകള്ളം കൊടുത്ത വെള്ളത്തിൻ്റെ ലഹരിയിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആ പറഞ്ഞതിനെ ഇവൻ ന്യായീകരിക്കുന്നുണ്ട്. ആ ന്യായീകരണം കൂടി ഒന്ന് കേട്ടു നോക്കി. ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിൽ അസ്ഹാബുൽ വക്തുകളായ മഹരഥന്മാർ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ചേക്കുട്ടിയാണെന്ന് പറയുന്ന സോയിബുൽ ബക്കറ്റാണെന്ന് പറയുന്ന ചാത്തമംഗലം സുലൈമാനും അതുപോലെ മറ്റുള്ള കോമാണ്ടിയും വീരാണ്ടിയും ഒക്കെ പടച്ചോന്മാരാണെന്ന് സമർത്ഥിക്കാനാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഈ ദുർവ്യാഖ്യാന ശാസ്ത്രത്തിൽ ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ കിട്ടിയിട്ടുണ്ടാകുക കുരുവട്ടൂർ സാഫിയത്തുൽ കുഫ്രിയ എന്ന് പറയുന്ന അവിടുത്തെ പൂജാരിയാകുന്ന കുരുവട്ടൂർ KC അബ്ദുള്ളയിൽ നിന്ന് ലഭിച്ചതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവുള്ളത്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കുകയും അതിലേക്ക് ഊതുകയും ചെയ്തപ്പോൾ അത് പറന്നു പോയി. ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ ഏകലോട് കൂടെ പാറിപ്പോയി. അതങ്ങനെയാണ്. സ്വയം പര്യാപ്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് പലതിനും സാധിക്കും, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഈസാ നബി അലൈഹി സ്വലാം പിന്നെ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നത് മൂപ്പരെ സ്വയം കഴിവല്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പഠിച്ചവനായിരുന്നു എന്ന് വരില്ല. ഇപ്പോൾ ചാത്തമംഗലം സുലൈമാനെയും അതുപോലെ കോമാണ്ടിയെയൊക്കെ പിന്നെ പഠിച്ചവനാക്കാൻ വേണ്ടി വാദിക്കുന്ന ഇവരും ഈ കാര്യം കൃത്യമായി അറിയാമെങ്കിലും മുമ്പിലിരിക്കുന്ന പച്ചപ്പൊട്ടന്മാരെ വീണ്ടും പച്ചപ്പൊട്ടത്തരത്തിൽ കെട്ടിയിടാനാണ് ഇജാതി ദുർവ്യാഖ്യാന ശാസ്ത്രമായിട്ട് ഈ കുഞ്ഞമ്മദും അതുപോലെ ഈ നൗഷാദ് ഒതുക്കുങ്ങലും ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സുന്നികളെ വിശ്വാസപ്രകാരം ആർക്ക് എപ്പോൾ എങ്ങനെ ഖൈരിഹി വശർഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് അള്ളാഹു കൊടുക്കുന്നതാണ്. കുരുവട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് കെട്ടിവിട്ടതാണ്. പിന്നെ അളിയാക്ക ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മൊബൈൽ കൊടുത്തതുപോലെ പിന്നെ അള്ളാഹു കോപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയൂല. പിന്നെ ഓൺ ഓഫാക്കൽ കൊടുത്ത ആളെന്നെ എന്ന് പറയുന്നത് പോലെ ഒരു അബദ്ധമായതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് അധികാരം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അള്ളാഹ് ഗാലറിയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് കുരുവട്ടൂർ KC അബ്ദുള്ളയുടെ ഈ പറഞ്ഞ വിശദീകരണ ശാസ്ത്രപ്രകാരം അവൻ്റെ മൈക്കയാണെന്ന് അവകാശപ്പെടുന്ന നൗഷാദും പമ്പേഴ്സും തൊഴിയൂരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഏകലോടുകൂടെ പാറുമെന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട് സംഭവം. ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, അള്ളാഹിൻ്റെ ഏകലോട് കൂടെ അതൊരു പക്ഷിയായി പാറിയത്, അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ പഠിച്ചോനാകല്? അതെങ്ങനെ നിങ്ങൾ പറഞ്ഞ മടവൂരാണ് പഠിച്ചോനെന്നുള്ളതിന്, അല്ലെങ്കിൽ കോമാട്ടുചാലൻ അബ്ദുള്ളയാണ് പഠിച്ചോനെന്ന്, അല്ലെങ്കിൽ ചാത്തമംഗലം സുലൈമാനാണ് പഠിച്ചോനെന്ന് പറയുന്നേക്ക് വ്യാഖ്യാനിക്കൽ? അപ്പോൾ ഈ ജാതി സാധനങ്ങളൊക്കെ ആഖിർ സമാനിൽ വരുമെന്നും
വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതാണ്. ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും പിഴച്ച വിഭാഗമുണ്ടെങ്കിൽ ഈ ഒരു വിഭാഗം മാത്രമാണ്, കുരുവട്ടൂരി വിഭാഗം. അവർ പണ്ഡിതന്മാരെ വേഷം കെട്ടുകയും സ്വയം പേച്ചു പോവുകയും അവർ സ്വയം പേയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ പേയ്ക്കാൻ വേണ്ടി പേപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലേ? സ്വയം പേച്ചുപോയി ഗുരുവട്ടൂരികൾ അതോടൊപ്പം മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്യും. അതിന് വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഓൻ്റെ സ്വന്തം വിശദീകരണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പം എന്താ മനസ്സിലാക്കിയത്? അപ്പോൾ ഇത്തരം ജന്തുക്കളെ സംബന്ധിച്ചൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിന്.